ഏതായാലും ഇതൊക്കെ വരട്ടി കഴിഞ്ഞു. ചക്ക വരട്ടിയും കൊണ്ട് വരണേ ലേസാ. ഞാൻ ഗതി കെട്ടു കൊടുത്തിട്ട് നടന്നെത്താൻ. നമ്മളെ ചക്ക വരട്ടിയതാണല്ലേ അമ്മേ? അമ്മ കാണിച്ചോളൂ. അപ്പൊ നമ്മളെ ചക്ക വരട്ടിയതാണ് കേട്ടോ. അത് ചക്ക വരട്ടിയതാണ്. ഇതിൽ നിറച്ചുണ്ട്. പിന്നെ കുറച്ച് ആകെ ഒരു 8 കിലോ കൊടുക്കാൻ തന്നെ ഉണ്ട്. അത് ഞാൻ ആദ്യം ആരൊക്കെയാ പറയണ വെച്ചാൽ അവർക്ക് ഓർഡർ കൊടുക്കാം. സ്പൂൺ ഉണ്ടോ അമ്മേ? സ്പൂൺ അവിടെ നിന്ന് എടുത്തിട്ട് വരട്ടെ ഞാൻ. മുത്തശ്ശി പറയൂ. കിലോന് 500 റുപ്യായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അരിയായിട്ടും 1 കിലോനായിട്ടും കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. കൊറിയർ ചാർജ് വേറെ വരും. കൊറിയർ ചാർജ് വേറെ വരും. എന്താ വെച്ചാൽ നമ്മൾ കടിമാങ്ങി അങ്ങനെ ആകും. കൊറിയറിന്റെ പൈസ വേറെ വരുമല്ലോ. 80 ഒക്കെ അല്ലേ കിലോന്. അതെ, ചിലത് 100 ഉണ്ട് കേട്ടോ. കാരണം DTDC വഴിയൊക്കെ അയക്കുമ്പോഴേ 100 ഉണ്ട്. അത് നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ മുത്തശ്ശിയുടെ സ്പെഷ്യൽ ചക്ക വരട്ടിയതൊന്ന്. മുത്തശ്ശേരി 3-4 ദിവസമായി ഇതിന് മെനക്കെടുന്നു. അതെയോ? അപ്പൊ നമ്മള് ചക്ക വരട്ടിയത് കൂട്ടുകാരെയൊക്കെ കാണിക്കാം. ഇതാണ് കേട്ടോ ചക്ക വരട്ടിയത്. അപ്പൊ 8 കിലോ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ആരാ പറയണെന്ന് വെച്ചാ അവർക്ക്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ആരും ചോദിക്കരുത് കേട്ടോ. പിന്നെ ഉണ്ടാവില്ലേ? ഇനിയിപ്പോ എല്ലാ ചക്കയും വരത്താൻ പറ്റില്ലേ? ഇത് കനള വരുമ്പോ ഉടഞ്ഞ അങ്ങനെ വിചാരിച്ചാൽ മധുരം ഉണ്ടാവില്ല. ഇതിപ്പോ 2 കിലോ ശർക്കരയും കൂട്ടിയാണ്. അപ്പൊ ഇനി സൂക്ഷിച്ച് വെക്കണ്ടല്ലേ. കുറച്ച് മാറ്റി വെച്ചുള്ളൂ. ഇവിടെ ആർക്കും വലിയ തുപ്പതില്ല. ഇവിടെ മരുമകനാണ് വലിയ ഇഷ്ടം. അപ്പൊ അത് അടച്ചു വെക്കാട്ടോ. അപ്പൊ അത് അടച്ചു വെക്കട്ടെ. അമ്മ ഇതെന്താ അമ്മേ? കറിവേപ്പില കഞ്ഞു. നാളെ എണ്ണ കാച്ചണ്ടേ? അപ്പൊ ഇതെന്താ പറയാ, ഇന്ന് കാച്ചാന്നാ പറഞ്ഞത്. വിചാരിച്ച് കറിവേപ്പില കൊണ്ടുവച്ചു. അപ്പൊ നാളെ കാച്ചാൽ മതി പറഞ്ഞു. കഞ്ഞുണ്ണി അപ്പൊ ഏതായാലും കുറച്ച് ദിവസമായി ഫ്രിഡ്ജ് വെച്ചിട്ട് അത് നാശമായി തുടങ്ങി. അപ്പൊ കഞ്ഞുണ്ണി നമുക്ക് പാടത്ത് പോയാൽ കിട്ടും. പക്ഷെ കറിവേപ്പില അങ്ങനെ കിട്ടില്ല. അപ്പൊ സൂക്ഷിച്ച് വെക്കേ പറ്റൂ. നോക്കട്ടെ സൂക്ഷിച്ച് വെക്കേ പറ്റൂ. ഒക്കെ നല്ല അറുത്ത് കൊണ്ടുവന്നതാ. ഇന്നലെ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. കഞ്ഞിയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച്. അറക്കുക എന്ന് പറയുമ്പോ അല്ല പന്നീനെ പോത്തിനൊക്കെ അറക്കുക എന്ന് പറയുന്നത്. എന്താ നല്ല നമ്മളിവിടെ അറക്കുക പറയും, മാങ്ങ അറക്കുക പറയും. ആയിക്കോളെ നമ്മളെ മലപ്പുറം ഭാഷ കേട്ടോ. മാങ്ങ പൊട്ടിക്കാന്നല്ലേ പറയാ? മാങ്ങ അറക്കുക അത് മലപ്പുറം ഭാഷയാണ് കേട്ടോ. അവരെല്ലാരും അറക്കുക. ചക്ക ഇടുകയെന്നാ പറയും. ഞാൻ മാങ്ങ പൊട്ടിക്കാന്നാ പറയാ. ഞാനും മാങ്ങ പൊട്ടിക്കുക. പിന്നെ അതുപോലെ മുത്തശ്ശി വേങ്ങര ആയോണ്ടായിരിക്കും ചക്ക ഇടുക പറയും. പിന്നെ മുത്തശ്ശിക്ക് ചൊട്ടയിലെ ശിരം ചുടല വരെയാണ്. അപ്പൊ വേങ്ങര ഭാഷ വന്നതാണ്. ഇന്നെന്താ പണി? വൈകുന്നേരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അച്ചാറുണ്ടാക്കാൻ. അപ്പൊ അത് മുറിക്കട്ടെ. എണ്ണ മാങ്ങ പിന്നെ നല്ലോണം കഴുകാലോ. പാത്രം പുളി ഉണ്ടായാൽ മതി. വേറെ പാത്രം കണ്ടില്ല. ഇത് പുളി ഉണ്ടാവും. സിന്ദൂരല്ലേ അപ്പൊ നല്ല പച്ച. ഇതിലേക്ക് നോക്കിയില്ല. കഴുകാൻ വേറെ പാത്രം കൊണ്ടുവരണോ? അത് മുറത്തിൽ തന്നെ ഇട്ട് കഴുകൂടാ കൊട്ടയില്. അപ്പൊ വെള്ളായ പിന്നെ ഇതാവും. മുറോ അങ്ങനെ വെയില് വേണം. പിന്നെ അമ്മ എന്താ അമ്മേനെ തന്നെ നോക്ക്. അമ്മ ആരും കണ്ടില്ല വിചാരിച്ചിട്ടോ. അതാ നോക്കി നോക്കിയത്. എന്നാ കഴുകിക്കോളൂ. പാത്രം കൊണ്ടുവരണോ? ആ കൊട്ടയിലിട്ട് കഴുകിയതേ. ആ അത് എളുപ്പം. പിന്നെ ഇതാവൂട്ടോ. അല്ല കൊട്ട ഉണങ്ങും വേഗം. തോളുണ്ടല്ലോ പിടിച്ചോളൂ. എല്ലാം പോപ്പിടണ്ട അമ്മേ. ആരും തന്നെ താഴെ ആദ്യം. ഇത് എത്ര കിലോ മുത്തു? 3 കിലോ. മുത്തു 3 കിലോ. മുത്തു മാറിപ്പോ. മുത്തു മാറി മുത്തശ്ശിയായി. അല്ലല്ല മുത്തു രസം. കിടിലം. ഞാൻ മറ്റേ പറഞ്ഞാണ്. കിടിലം തൂ. ആ ഓർമ്മ വന്നത്. അവർക്ക് അത്ര അറിയുള്ളൂ ഹിന്ദിക്കാർക്ക്. അവരുടെ നാട്ടിലൊന്നും മുത്തശ്ശീനൊന്നും ഉണ്ടാവില്ലേ. അതെ, മുത്തശ്ശി ഇതാ കഴുകിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങ. നമ്മൾ എണ്ണ മാങ്ങ അച്ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ മാങ്ങ ഉപ്പിലിട്ടത് അച്ചാറെന്ന് ഇവർക്ക് മനസ്സിലായിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞോ. എണ്ണമാങ്ങ എണ്ണമാങ്ങ തന്നെ പറയാ. പിന്നെ അച്ചാർ പറയാറില്ല. ഞാൻ പറയാം. അങ്ങനെ പറ്റില്ല. അപ്പൊ ഇത് എന്താ എണ്ണ മാങ്ങ വിചാരിച്ചാലോ? നല്ല എണ്ണയിൽ വഴറ്റിയിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടുള്ള മാങ്ങ. അതെ. ഇപ്പൊ നുറുക്ക അവിടെ വെച്ചോളൂ നിലത്ത്. ആരാ പൂളി ഇട്ട് കൊടുക്കുക? മുത്തശ്ശി. ഞാൻ നോക്കും.
മുത്തശ്ശി ഉണ്ടാക്കും, ഞാൻ ബാക്കിയൊക്കെ ചെയ്ത് കൊടുക്കും. ഭയങ്കര ഇവിടെയൊക്കെ ഭയങ്കര നല്ല പണി ഉണ്ടായിരുന്നോ? രാവിലെ ഭയങ്കര ഇതായിരുന്നു. തന്നെ ചിലര് പണിയെടുക്കണില്ല എന്നാണ് പറയുന്നത്. അതിന് അവര് ആകെ അത്ര നേരല്ലേ കാണുള്ളൂ. അവരോട് ഇവിടെ വന്ന് നിക്കാൻ പറയൂ 2 ദിവസം. ആരപ്പ പറഞ്ഞത്? ഏതോ ഒരു ചേച്ചി. അത് അമ്മേനെ ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനത്തെ ഡീമോട്ടിവേഷനിലൊന്നും വീഴില്ലേ? ഇല്ല. അപ്പൊ എന്നാല് നമുക്കിതൊക്കെ അരിഞ്ഞ് അപ്പൊ അരിയണത് ഏതിലാ? ഞാൻ വിചാരിച്ചു അമ്മയും മകളും ഇരുന്ന് ഉപ്പിലിട്ടത് ഉണ്ടാക്കുകയാണ്. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ടത് ഏതാ? പഴുത്തു മുത്തശ്ശി? ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ മാങ്ങ അങ്ങനെയാണേ. അവർക്ക് കാണിച്ചു നോക്കാം. 2 അവര് നോക്കി തന്നു. അപ്പൊ ഒന്നും ചലിച്ചിന്റെ എനിക്ക് വേണ്ട പറഞ്ഞു. അയ്യോ അത് കഴിക്കാനേ പറ്റുള്ളൂ. ഇതൊന്ന് നോക്കൂ. ഈശ്വര, അങ്ങനെയൊന്നൊക്കെ തോന്നണം. കെട്ടിക്കില്ല ഇത് അങ്ങനെയാവും ഉറപ്പാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, അതെ ബാക്കിയൊക്കെ നാളെ കൊണ്ട് കൊടുക്ക. അവരെടുക്കില്ലേ? എനിക്കറിയില്ല. ഈ 2 എണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ കൊണ്ട് കൊടുക്ക. അല്ലെ പിന്നെ ഇത് പഴുക്കാൻ വെക്കേണ്ടി വരും. കളറില്ലാത്ത നോക്കുക. കളറില്ലാത്തതായാലും എന്നാ ഇതാണ് കളറില്ലാത്ത. കളറിയാൻ കഴിഞ്ഞിട്ടില്ല. എടുത്തോ ഒക്കെ അങ്ങനെ തന്നെ. ഇങ്ങനത്തെ കാണിച്ചിട്ട് ഞാൻ തിന്നു നോക്കി. അപ്പൊ നല്ല പുളി. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പൊ ഞാൻ ഒക്കെ അങ്ങനെ തന്നെ. അയ്യോ, ഞാൻ പറഞ്ഞു അവരോട് പറയന്നെ വേണം കേട്ടോ. ഇതെന്താ ആളെ പറ്റിക്കവര്? അവരെങ്ങനെയാ അവർക്ക് ഇങ്ങനെ ഇത് കണ്ടാലറിയൂ. അല്ലെങ്കിൽ ഈ സിന്ദൂര പറഞ്ഞ മാങ്ങ, സിന്ദൂര മാങ്ങ അങ്ങനെ തന്നെയാണ്. പുലിട്ട ഉണ്ടാക്കാൻ പറ്റില്ലല്ലേ? ഇല്ലേ, നമ്മളെ നല്ല പുളിയുള്ള മാങ്ങ ഇല്ല. നല്ല പുളിയില്ല എനിക്ക് തന്നതേ. അതവര് അമ്മയെ പറ്റിച്ചോ? ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ. നമ്മള് പൈസയും കൊടുത്ത് വാങ്ങിയിട്ട്. ഇങ്ങനത്തെ മാങ്ങ ഞാൻ നോക്കിട്ട് ഇനിയിപ്പോ ഇതൊന്ന് നോക്ക്. ഇങ്ങനത്തെ കാണിച്ചിട്ട് എല്ലാം പഴുത്ത മാങ്ങയായി പോയി. എല്ലാം പഴുത്ത മാങ്ങ. ഇനി അച്ചാറുണ്ടാക്കാൻ മാങ്ങ ഇല്ല. ഒക്കെ അങ്ങനെ തന്നെ എടുത്തേക്കാണ് കേട്ടോ പറഞ്ഞു. അയാളെ പോയി 4 ചീത്ത വിളിക്കാം നാളെ. തിന്നു നോക്കണ്ടേ. എന്നിട്ട് മുറുക്കി തന്നു. അയാൾ ചെത്തി തന്നിട്ട് ഞാൻ തിന്നു നോക്കി. അപ്പൊ നല്ല പോയി. അപ്പൊ ഒക്കെ അങ്ങനെ തന്നെ വേണത്തോന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടാണിത്. ഇത് ചിലപ്പോ 1 or 2 അങ്ങനെ ഉണ്ടാവും. നോക്കിയോ മുത്തശ്ശി എന്താ അവസ്ഥ? അതും ഇങ്ങനെ തന്നെ. അത് പിന്നെയും കട്ടിയുണ്ട് അല്ലേ? പക്ഷെ അതൊന്ന് മാത്രമായിട്ട് ഇട്ടിട്ട് എന്താ കാര്യം? അങ്ങനത്തെ കളറിലൊക്കെ എങ്ങനെയാവും. പുളിയുണ്ടോ? പുളി അപ്പൊ ആകെ അതല്ലേ ഉണ്ടാക്കാള്ളൂ. 2 ഉള്ളൂ. ഇങ്ങനത്തെയാണ് ശരിക്കും തരേണ്ടത്. കളറെല്ലാം അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക. എന്തായാലും അങ്ങനെ പറ്റിക്കല്. അല്ല അപ്പൊ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഇത് വെറുതെ നഷ്ടം അങ്ങനെ ഉണ്ടാക്കിയ. അല്ല നുറുക്കി വെച്ചിട്ട് ഉപ്പിട്ടേക്കാലോ. അതുകൊണ്ട് കാര്യമില്ല. നാളേക്ക് അതൊന്ന് ഇതായി വരും. അപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ ഇരുന്നോട്ടെ. ഫ്രിഡ്ജിൽ വെച്ചാ മതി. നോക്കണ്ട. ഇങ്ങനെ പൂണ്ട് വെച്ചാ മതി. എന്നാ പൂളേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതും എന്നാ അങ്ങനെ വെച്ചോളൂ. നമുക്ക് നാളെ ഇത് അവിടെ ചെന്നിട്ട് പറയാം അയാളോട്. അത് വെച്ചിണ്ടാവും അല്ലേ? എന്താ പറ്റിയ നോക്കിയപ്പോ പഴുത്തു വരിയായിരുന്നു. അങ്ങനത്തെ വേണ്ടാറുന്നത്. പിന്നെ ഒന്നും കൂടി ചെത്തിയപ്പോ അങ്ങനെ നല്ല പുളിയിലാക്കി കിട്ടിയത്. ഒക്കെ ഇങ്ങനെ തന്നെ വെക്കണം തോന്നുന്നു. മാങ്ങയിൽ എന്തായാലും പണി കിട്ടി. പിന്നെ നാളെ അത് വാങ്ങിയിട്ട് നമുക്ക് ഉണ്ടാക്കാം എണ്ണ മാങ്ങ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ബായി കൊടുത്തോളൂ. വേറെ നിവർത്തിയില്ല. അതാ നല്ലത്. പക്ഷേ നമുക്ക് എണ്ണ മാങ്ങ കാണിക്കാനും പറ്റിയില്ല. ചക്ക എന്തേലും ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതെ 8 കിലോ ഉള്ളൂ. കിലോന് 500 പിന്നെ കൊറിയർ ചാർജ് 80 രൂപ നമ്മളെ നാട്ടിലാണെങ്കിൽ വരും. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയോ? പായസം, ഉണ്ണിയപ്പം, ചക്കപ്പലഹാരം, പിന്നെ നമ്മള് ഇങ്ങനെ അരിമാവിൽ മുക്കിയിട്ട് ഇടില്ലേ, അതൊക്കെ ഉണ്ടാക്കാം. പിന്നെ ചീട പോലെ ഉണ്ടാക്കാം. ചക്കച്ചീട ഉണ്ടാക്കി. അതെ അതെ. പിന്നെ ചക്ക വരട്ടിയത് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കുട്ടികളൊക്കെ കഴിക്കില്ലല്ലോ. അതെ, ഇവിടെ എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. വലിയൊരു കുറവാണോ?
ആ അമ്മ അങ്ങനെ പറയല്ലേ. അല്ല ഞാൻ കുറച്ച് കഴിച്ചു ഇപ്പൊ എന്തായാലും മാങ്ങ പണി കിട്ടി. കാണിക്കോ മുത്തശ്ശി മാങ്ങ കൊട്ട. ആരും വാങ്ങിയിട്ട് കബളിക്കപ്പെടരുത്. അതെ മാങ്ങ കുടുങ്ങിപ്പോ മാങ്ങയും കൊണ്ട്. എത്ര മുത്തശ്ശി മാങ്ങായത്? 40 അല്ലേ? 40 റുപ്യ കിലോന്. അപ്പൊ 3 കിലോ വാങ്ങി 120 റുപ്യ കൊടുത്തു. അപ്പൊ അയാൾക്ക് ഈ ചോപ്പുള്ള മാങ്ങയൊക്കെ തിരിച്ചു കൊടുക്കാം. പിന്നെ ഒന്ന് കേടുണ്ടേ. നമ്മളറിയണ ആളാവുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ വയസ്സായില്ലേ? അതെ. പിന്നെ പൈനാപ്പിള് മാങ്ങകൾ മാത്രം അങ്ങനത്തെ മാങ്ങ വേണോ മാങ്ങ അങ്ങനത്തെ ഭയങ്കര നോക്കിയിട്ട് തിന്നിട്ട് ഇങ്ങനത്തെ മാങ്ങ ഇത് പുളിയുണ്ട്. ഇത് ഈ ചോപ്പ് കളറിലെ സിന്ദൂര പറഞ്ഞ മാങ്ങയാണ്. ഞാൻ ഒക്കെ അങ്ങനെ തന്നെ വെച്ചാൽ മതിട്ടൊന്ന് പറഞ്ഞാൽ ഇല്ലേ പറഞ്ഞാൽ മതി. അത്ര നഷ്ടം. ഈ മാങ്ങനെയുള്ള മുത്തശ്ശി മറ്റൊന്നുമില്ല. കഴിച്ചൂടുണ്ട് വേണ്ട. കിളിച്ചുണ്ട പുളിയില്ലേ? അത് സമ്മതിയൊക്കെ കഴിക്കാനേ. വേറെ ഏതാ ഉള്ളത്? മറ്റേ മാങ്ങയൊന്നുമില്ല. പിന്നെ നീലമാങ്ങ പച്ചയല്ല. അന്ന് അമ്മോട് കൊണ്ടുവന്ന മാങ്ങ പോലത്തെ ഇവിടെ ഇല്ലേ ഒരു ഉരുണ്ട ടൈപ്പ് ഉണ്ടാവലൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവലുണ്ട്. മുത്തശ്ശി ആ ഭാഗത്ത് മാത്രമേ മാങ്ങുള്ളൂ ആ ചങ്ങായിയുടെ കടയില്? തന്നെ ആവൂ മറ്റൊക്കെ കഴിച്ചുടനേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ഇതിന്റെ വീഡിയോ ഉണ്ടാക്കണൊക്കെ കാണിക്കാൻ വിചാരിച്ചതാ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ പറ്റില്ല. അപ്പൊ നാളെ മാങ്ങ വാങ്ങിയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം നേരത്തെ മേക്കഴുകി ഇതിനൊക്കെ പണിയില്ലല്ലേ എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് നാമം ചെല്ലാൻ പോകാൻ വിചാരിച്ചു. അപ്പൊ നാമം ചെല്ലേ നേരത്തെ തുടങ്ങാന്ന്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.